ടിവിയിലായാലും തിയേറ്ററിലായാലും അത്യാവശ്യം നന്നായിട്ട് എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു സിനിമ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന് കാണുന്ന ഫീൽ അതൊന്ന് വേറെ തന്നെയാണ്. എന്നാൽ ചില സിനിമകൾ കാണുമ്പോൾ ഫുഡ് കഴിക്കുന്നത് പോയിട്ട് ഫുഡിനെ പറ്റി ഓർക്കാനേ നമുക്ക് തോന്നില്ല. അത്തരത്തിലുള്ള ഒരു സിനിമയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. 2024 പുറത്തിറങ്ങിയ ഒരു സയൻസ് ഫിക്ഷൻ ബോഡി ഹൊറർ മൂവിയാണ് ദ സബ്സ്റ്റൻസ്. ഈ സിനിമയിലെ മെയിൻ ക്യാരക്ടറിന്റെ പേരാണ് എലിസബത്ത്. പുള്ളിക്കാരി പണ്ട് മുതലേ TV ഷോസ് ഒക്കെ നടത്തി വളരെ ഫേമസ് ആയ ഒരു സെലിബ്രിറ്റിയാണ്. എന്നാൽ ഇപ്പോൾ എലിസബത്തിന് 50 വയസ്സായി. എന്നാൽ ആ ഒരു സെലിബ്രിറ്റി ലൈഫ് തന്നെയായിരുന്നു എലിസബത്തിന്റെ ലഹരി. അങ്ങനെ ഒരു ദിവസം എലിസബത്ത് ഷൂട്ടിംഗ് കഴിഞ്ഞ് വാഷ്റൂമിൽ പോകുമ്പോൾ ലേഡീസ് വാഷ്റൂം പൂട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് ആരും കാണാതെ ജെന്റ്സ് വാഷ്റൂമിലേക്ക് ഓടിക്കയറും. എലിസബത്ത് കയറിയതിന്റെ തൊട്ട് പിന്നാലെ ഈ TV ഷോസിന്റെ എല്ലാം പ്രൊഡ്യൂസർ ഫോൺ ചെയ്തുകൊണ്ട് വാഷ്റൂമിന്റെ അകത്തേക്ക് കയറി വരും. അപ്പോൾ ആ പ്രൊഡ്യൂസർ ഫോണിലൂടെ പറയും, എലിസബത്തിനെ പോലത്തെ പടി കിഴവിമാരെയൊന്നും ഇനി നമ്മുടെ TV ഷോസിന് വേണ്ട, പകരം വളരെ യങ് ആയിട്ടുള്ള പുതിയ പെമ്പിള്ളേരെ മതിയെന്ന്. ഇയാളീ പറയുന്നതെല്ലാം എലിസബത്ത് അകത്തിരുന്ന് കേൾക്കുന്നുണ്ടാവും. ഇത് കേട്ട് മനസ്സ് തകർന്ന് വണ്ടി ഓടിച്ച് എലിസബത്ത് വീട്ടിൽ പോകുമ്പോൾ വണ്ടി ആക്സിഡന്റ് ആവും. ആക്സിഡന്റിൽ എലിസബത്തിന് കാര്യമായൊന്നും പറ്റില്ല. പക്ഷേ ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടറിന്റെ അസിസ്റ്റന്റ് എലിസബത്തിന്റെ കോട്ടിന്റെ പോക്കറ്റിലേക്ക് ഒരു പെൻഡ്രൈവ് അങ്ങിട്ട് കൊടുക്കും. പെൻഡ്രൈവിന്റെ ഒപ്പം ഇറ്റ് ചേഞ്ച്ഡ് മൈ ലൈഫ് എന്നൊരു കുറിപ്പെഴുതിയ കടലാസും അയാള് എലിസബത്തിന്റെ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടാവും. എലിസബത്ത് നേരെ വീട്ടിൽ ചെന്ന് ആ പെൻഡ്രൈവ് എടുത്ത് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരു വീഡിയോ അങ്ങ് പ്ലേ ആവും. ആ വീഡിയോയിൽ പറയുന്നത് സബ്സ്റ്റൻസ് എന്നൊരു ഡ്രഗിനെ കുറിച്ചാണ്. അതായത് ഈ ഒരു ഡ്രഗ് നിങ്ങളുടെ ബോഡിയിൽ കുത്തിവെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ യങ് ആയ ഒരു ബെറ്റർ വേർഷനെ ഉണ്ടാക്കിയെടുക്കാം. ശരീരം കൊണ്ട് രണ്ടാണെങ്കിലും മനസ്സുകൊണ്ട് ഇവർ ഒരാൾ തന്നെയായിരിക്കും. 7 ദിവസം ഒരാളും അടുത്ത 7 ദിവസം മറ്റേയാളുമായിരിക്കും ഉണർന്നിരിക്കുക. മറ്റേയാൾ മയങ്ങിക്കിടക്കും. അതായത് 7ാമത്തെ ദിവസം ഉണർന്നിരിക്കുന്ന ആൾ രണ്ടറ്റത്തും സൂചി ഘടിപ്പിച്ച് ഒരു ട്യൂബ് എടുത്ത് അത് രണ്ടുപേരുടെ കയ്യിലോട്ടും കുത്തി അടുത്ത് കിടക്കണം. അപ്പോൾ രണ്ടുപേരുടെയും ബ്ലഡ് ട്യൂബിലൂടെ പരസ്പരം ട്രാൻസ്ഫർ ആകുമ്പോൾ ഉണർന്നിരിക്കുന്ന ആൾ മയങ്ങും, മയങ്ങിക്കിടന്നിരുന്ന ആൾ ഉണരും. ഇതാണ് സംഭവം. ആരാണോ ഈ സബ്സ്റ്റൻസ് കുത്തിവെക്കുന്നത് അയാളുടെ ശരീരത്തിൽ നിന്നും പുറത്തു വരുന്ന യങ്ങർ വേർഷൻ ഈ 7 ദിവസം സ്റ്റേബിളായി നിൽക്കണമെങ്കിൽ മയങ്ങിക്കിടക്കുന്ന ഒറിജിനൽ വേർഷനിൽ നിന്നും ഒരു ലിക്വിഡ് സിറഞ്ച് വെച്ച് കുത്തിവലിച്ചെടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കണം. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച ഈ ലിക്വിഡ് ഓരോ ദിവസവും ഈ യങ്ങർ വേർഷൻ തന്റെ ബോഡിയിൽ സ്വയം ഇഞ്ചക്ട് ചെയ്യുകയും വേണം. സോ ഇതാണ് സംഭവം. ആദ്യം കേട്ടപ്പോൾ എലിസബത്ത് ഇതിനെ പുച്ഛിച്ച് തള്ളിയെങ്കിലും തന്നെ പുറത്താക്കിയ TV ഷോയിൽ തനിക്ക് പകരം മറ്റൊരാളെ നിയമിക്കാൻ പോകുന്നു എന്നറിഞ്ഞ എലിസബത്ത് ഈ സബ്സ്റ്റൻസ് എന്ന ഡ്രഗ് പെൻഡ്രൈവിലുണ്ടായിരുന്ന അവരുടെ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യും. സബ്സ്റ്റൻസ് കിട്ടിയ ഉടനെ തന്നെ എലിസബത്ത് അത് തന്റെ ബോഡി ഇഞ്ചക്റ്റും ചെയ്യും. അങ്ങനെ ഇഞ്ചക്ട് ചെയ്ത ശേഷം എലിസബത്തിന്റെ പുറം പൊളിഞ്ഞ് ഒരു യങ്ങർ വേർഷൻ പുറത്തേക്ക് വരും. ഇതേ സമയം എലിസബത്ത് താഴെ മയങ്ങിക്കിടക്കുകയായിരിക്കും. പുറത്തു വന്ന ലേഡി കാണാൻ വളരെ സുന്ദരിയാണ്. ഉടനെ തന്നെ അവൾ TV ഷോയുടെ ഓഡിഷനിൽ പങ്കെടുക്കാനായി പോകും. അവിടെ ചെല്ലുമ്പോൾ അവൾ അവൾക്ക് തന്നെ ഇടുന്ന പേരാണ് സു. സു ആണെങ്കിൽ ആ ഓഡിഷനിൽ സെലക്റ്റുമാവും. അതിനുശേഷം ഓരോ ഘട്ടം കഴിയും തോറും സു എന്ന ക്യാരക്ടറിന്റെ ഡിമാൻഡ് കൂടി വരും. എന്നാൽ ഇവർ രണ്ടുപേരിൽ ഓരോരുത്തരും കൃത്യം 7 ദിവസങ്ങൾ കഴിയുമ്പോൾ പരസ്പരം സ്വിച്ച് ചെയ്ത് അതുവരെ ഉണർന്നിരുന്ന ആൾ മയങ്ങണം, മയങ്ങിക്കിടന്നിരുന്ന ആൾ ഉണരണം. ഈ ഒരു ബാലൻസ് കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് സബ്സ്റ്റൻസ് തന്ന വ്യക്തി എലിസബത്തിനോട് പറഞ്ഞിരുന്നു. എന്നാൽ പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തി നിന്ന് ആ ലൈഫ് ആസ്വദിച്ച് ആളുകളുടെ ആർപ്പുവിളികളെല്ലാം ഒരു ലഹരിയായി മാറിയ സുവിന് 7 ദിവസം ഇങ്ങനെ വെറുതെ മയങ്ങിക്കിടക്കാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ സു 7 ദിവസം എന്ന ബാലൻസ് തെറ്റിക്കുന്നു. പിന്നീടത് 8 ദിവസമാകുന്നു, 9 ആവുന്നു, 10 ദിവസം വരെ ആവുന്നു. സു ഇങ്ങനെ ബാലൻസ് തെറ്റിച്ച് സ്വിച്ച് ചെയ്യുന്നത് കൊണ്ട് അതിന്റെ എല്ലാം സൈഡ് എഫക്ട് കിട്ടുന്നത് എലിസബത്തിനാണ്. എലിസബത്തിന്റെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും വികൃതമാവാൻ തുടങ്ങുന്നു. എന്നാൽ സൂവിനതൊന്നും ഒരു പ്രശ്നമേ അല്ലായിരുന്നു. പക്ഷെ എലിസബത്ത് കൃത്യം 7 ദിവസം കഴിയുമ്പോൾ തന്നെ സ്വിച്ച് ചെയ്യും. ആ ഒരു ടൈമിലാണ് 50 മില്യൺ ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ സ്റ്റേജ് ഷോ ചെയ്യാൻ സൂവിന് അവസരം കിട്ടുന്നത്. ഇത് കേട്ടപ്പോൾ സു ഹാപ്പി ആയെങ്കിലും അത്രയും നാൾ സ്വിച്ച് ചെയ്യാതെ പിടിച്ചു നിൽക്കാൻ കിടക്കുന്ന എലിസബത്തിന്റെ ബോഡിയിൽ നിന്നും ഒരുപാട് ലിക്വിഡ് സു എടുക്കും. ഏകദേശം 3 മാസത്തോളം ഈ കാര്യം സു കണ്ടിന്യൂസ് ആയി ചെയ്യും. അപ്പോഴേക്കും എലിസബത്തിന്റെ ശരീരം ഒരു വികൃത രൂപമായി മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം ആ ലിക്വിഡ് കുത്തിവെച്ചാലേ സുവിനെ പിടിച്ചു നിൽക്കാനാവും. അങ്ങനെ അവസാനം സു ലിക്വിഡ് എടുക്കാൻ ചെല്ലുമ്പോൾ ലിക്വിഡിന് പകരം ഒരു കറുത്ത ദ്രാവകം മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. ഇത് കണ്ട സു ടെൻഷനാവുന്നു. കാരണം ലിക്വിഡില്ലാതെ സുവിന് ഒരു ദിവസം പോലും പിടിച്ചു നിൽക്കാനാവില്ല. ലിക്വിഡില്ലാത്തതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ സു നിലത്ത് വീണ് ഇഴഞ്ഞുപോയി ഒരു കണക്കിന് സ്വിച്ച് ചെയ്യും. ഇത് കഴിഞ്ഞ് ഉണർന്ന എലിസബത്ത്
തന്റെ രൂപം കണ്ണാടി നോക്കിയപ്പോ അത് കണ്ട് എലിസബത്ത് തന്നെ പേടിച്ചുപോയി. കാരണം അത്രയും വിയേർഡായിരുന്നു എലിസബത്തിന്റെ അവസ്ഥ. ഉടനെ തന്നെ സബ്സ്റ്റൻസിന്റെ ഈ പ്രോസസ്സ് നിർത്തണമെന്ന് ഇത് തന്നവരോട് എലിസബത്ത് വിളിച്ചു പറയും. അപ്പോ അവര് പറയും ഇത് സ്റ്റോപ്പ് ചെയ്താൽ നിങ്ങൾ ഇപ്പോഴുള്ള അവസ്ഥയിൽ തന്നെ ലൈഫ് ലോങ് ജീവിക്കേണ്ടി വരുമെന്ന്. സോ അതെല്ലാം സമ്മതിച്ച് എലിസബത്ത് ഈ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാനുള്ള മരുന്ന് കളക്ട് ചെയ്ത് സൂവിന്റെ ബോഡിയിൽ ഇഞ്ചക്ട് ചെയ്യും. മരുന്ന് പകുതി കയറുമ്പോൾ എലിസബത്ത് പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്യും. മരുന്ന് മൊത്തം കുത്തിവെച്ച് ഈ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യണമോ വേണ്ടയോ എന്ന് എലിസബത്ത് ഒന്ന് കൺഫ്യൂഷനായി നിൽക്കും. അപ്പോഴേക്കും മയങ്ങിക്കിടക്കുന്ന സൂ പെട്ടെന്ന് എണീക്കും. കാരണം പകുതി മരുന്ന് മാത്രമേ സൂവിന്റെ ബോഡിയിൽ എത്തിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഈ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കി തന്നെ കൊല്ലാൻ നോക്കിയ എലിസബത്തിനെ സൂ എടുത്തിട്ട് പഞ്ഞിക്കിടും. തല്ലി അവസാനം സൂ എലിസബത്തിനെ കൊന്നുകളയും. ഇതെല്ലാം കഴിഞ്ഞ് ഒന്നും അറിയാത്ത പോലെ സൂ തന്റെ ഏറ്റവും വലിയ സ്റ്റേജ് ഷോയിൽ പങ്കെടുക്കാനായി പോകും. എന്നാൽ സ്റ്റേബിളായി നിൽക്കാനായി ലിക്വിഡ് ഇല്ലാത്തതുകൊണ്ടും തന്റെ ഒറിജിനായ എലിസബത്ത് മരിച്ചതുകൊണ്ടും സൂവിന്റെ ശരീരത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ കാണിക്കാൻ തുടങ്ങും. നഖവും ചെവിയും പല്ലുമെല്ലാം സൂവിന്റെ ശരീരത്തിൽ നിന്നും അറ്റുവീഴും. അങ്ങനെ വേറെ ഒരു വഴിയുമില്ലാതെ ഒറ്റ പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞ് അവർ കൊടുത്ത സബ്സ്റ്റൻസ് സൂ തന്റെ ബോഡിയിൽ വീണ്ടും ഇഞ്ചക്ട് ചെയ്യും. തന്നേക്കാൾ യങ്ങായ ഒരു വേർഷൻ പുറത്തു വരുമെന്ന് കരുതിയാണ് കുത്തിവെച്ചതെങ്കിലും പുറത്തു വന്നത് കോഞ്ചറിങ്ങിലെ പ്രേതങ്ങൾ വരെ തോറ്റുപോകുന്ന ഒരു വികൃത രൂപമാണ്. എന്നിട്ടും ആ ഒരു രൂപം വെച്ച് പരിപാടി ചെയ്യാൻ സ്റ്റേജിലേക്ക് പോകും. അങ്ങോട്ട് ചെല്ലുമ്പോൾ ഏതോ ഒരു ഭീകരജീവി വന്നെന്നും പറഞ്ഞ് നാട്ടുകാർ മൊത്തം അതിനെ അടിച്ച് കൊല്ലാൻ നോക്കും. പിന്നീട് അവിടെ നടക്കുന്നത് ഒരു ഒന്നൊന്നര ചോരക്കളിയാണ്. അങ്ങനെ സ്റ്റേജിൽ നിന്നും പുറത്തിറങ്ങിയ ഓടിയ എലിസബത്ത് റോഡിൽ വെച്ച് തന്നെ നിര്യാതയാകും. ഇതാണ് ഈ പടത്തിന്റെ കഥ. സോ ഈ പടത്തിന്റെ കഥ അധികം ലാഗടിപ്പിക്കാതെ പറയാൻ പറ്റിയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഉറപ്പായും കമന്റ് ഇടണം. അങ്ങനെ കമന്റ് ഇട്ടാൽ മാത്രമേ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ കൂടുതൽ ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റൂ. താങ്ക് യു.